ചങ്ങനാശ്ശേരിയെ സ്നേഹിക്കുന്ന ചങ്ങനാശ്ശേരി നിവാസികളെ, ഇതേതാണ്ട് ഇങ്ങനെ പോള കയറി തിങ്ങി നിന്നിട്ട് 4 മാസത്തിൽ മേളിലായി. ഇത് ചൊവ്വാഴ്ച വാരാൻ പോവുകയാണെന്ന് പറയുന്നു. ഇതിങ്ങനെ വല്ലപ്പോഴും ഇങ്ങനെ വാരുക, ലക്ഷങ്ങൾ ധൂർത്തടിക്കുക. ഇതിന് ധൂർത്തടി എന്നാണ് പറയുന്നത്. ഇതിൻ്റെ പരിസരമൊക്കെ കണ്ടോ, എങ്ങനെ വൃത്തിയായിട്ട് കിടക്കേണ്ടിയ ഒരു സ്ഥലമായത്. ബോട്ടിയെട്ടി നോക്കെ, ഇതിൻ്റെ ചുറ്റുപാടൊക്കെ എങ്ങനെ കിടക്കുന്നു നോക്കിയേ. ഇത് ആരുടെ കഴിവുകേടാ? ഇത് ശരിക്കും ഇവിടുത്തെ MLAയും ഇവിടുത്തെ വാർഡ് മെമ്പർമാരുടെയും കഴിവുകേടാണ് ഈ ഇത്ര വൃത്തിഹീനമായിട്ട് ഈ ബോട്ടിയെട്ടി ഇങ്ങനെ കിടക്കുന്നത്. ഇതിനൊരു ശാശ്വത പരിഹാരം വേണം. MLA ചാർജ് എടുത്ത് ബോട്ടിയെട്ടി വന്ന് നിന്ന് പറഞ്ഞതാണ്, ഞാനിതിനൊരാളെ വെക്കും, ഇനി ഇവിടെ ഒരു പോള പോലും കാണത്തില്ല എന്ന്. പിന്നെ എന്തിനാണ് വർഷത്തിൽ 2 ഈ സാധനം ലക്ഷങ്ങൾ മുടക്കി ടെൻഡർ വെച്ച് ഇത് കൊടുക്കുന്നത്? ഇതുകൊണ്ട് ആർക്കാ പ്രയോജനം? ഞങ്ങളുടെ ഓരോരുത്തരെയും കാശല്ലേ നിങ്ങൾ കളയുന്നത്? ഇത് ഈ കത്താതെ നിൽക്കുന്ന, ഇതിൻ്റെ ചുറ്റിനും നിൽക്കുന്ന ഈ ലൈറ്റ്, ഇത് നിങ്ങൾക്ക് കത്തിക്കാൻ തോന്നിയിട്ടുണ്ടോ? ഈ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന ഈ മതിൽ, ഈ ഇടിഞ്ഞു പൊളിഞ്ഞ് ഇതിന് ചുറ്റിനും കിടക്കുന്ന ഈ മതിൽ നിങ്ങൾക്ക് കെട്ടാൻ തോന്നിയിട്ടുണ്ടോ? ഈ മരങ്ങൾ സത്യത്തിൽ തണലാണെങ്കിലും ഇത് വേര് കയറി ഈ മതിലിനെ എല്ലാം പെടത്തുക. അപ്പം ഇത് ഇനി നമ്മളൊന്ന് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോറസ്റ്റിൻ്റെ കയ്യിൽ നിന്ന്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇതിനെ നമ്മൾ ഓർഡർ മേടിക്കണം. അപ്പോൾ ഇതൊന്നും ഒരു ശാശ്വതമായി അപ്പോൾ കാണുന്നതിനെ അപ്പാന്ന് വിളിക്കുന്ന പോലെ ഉള്ള ഒരു പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മാറണം. ഇവിടെ നല്ല രീതിയിൽ ഒരു ടൂറിസം നടത്താനുള്ള ഒരു മനോഭാവം നിങ്ങൾ രാഷ്ട്രീയക്കാരിലുണ്ടാകണം. അല്ലെങ്കിൽ ഞങ്ങളിത് ജനങ്ങൾ ഏറ്റെടുക്കും. ഞങ്ങളിത് ഏറ്റെടുത്ത് കഴിഞ്ഞു. അപ്പോൾ അതിനൊരാൾ വേണം. സജി എന്നാ ഉണ്ട്? സജി, ഇത് ഞങ്ങളിപ്പോൾ ഇത് ചൊവ്വാഴ്ച ഈ പോളവാര. അപ്പോൾ പോള വാരിക്കഴിഞ്ഞ് ഒരാളെ ഇത് ഏൽപ്പിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ജനങ്ങളുടെ, ചങ്ങനാശ്ശേരിക്കാരുടെ എല്ലാം ആഗ്രഹം. ചങ്ങനാശ്ശേരിക്കാരുടെ മാത്രമല്ല, എൻ്റെ ആഗ്രഹം അതാണ്. കാരണം എന്ന് വെച്ചാൽ മുൻകാലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സായിപ്പുമാരും മാതാപ്പന്മാരും ഒക്കെ ചങ്ങനാശ്ശേരിയുടെ ഹൃദയഭാഗത്തോട് ഈ കുട്ടനാടിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ സ്ഥാനത്ത് ഇന്ന് ആരും അറിയപ്പെടാതെ തള്ളപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയ ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പം ഇതുപോലെ നമുക്ക് ഈ മാറ്റങ്ങളൊക്കെ വരുത്തി, പോർട്ടലുകളൊക്കെ മാറ്റി ഈ പാലത്തിൻ്റെ ഒക്കെ പരിപാടികളും, പാലം 9 കോടി എന്ന് പറയുന്നത് അത് ചുമ്മാ ഇലക്ഷൻ സമയത്ത് ഉള്ള ഒരു പോസ്റ്റാന്ന് പറയുന്നു. കുറിച്ചൊന്നും നമുക്കറിയത്തില്ല. ചങ്ങനാശ്ശേരിയിൽ MLA എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അത് നടക്കുമെന്നുള്ള വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് നമ്മളെല്ലാം വോട്ട് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അദ്ദേഹം നിരൂപിച്ചാൽ ഇവിടെ ഈ കാര്യങ്ങളെല്ലാം നടന്നു പോകുമെന്നുള്ള കുറച്ച് വിശ്വാസം. പക്ഷെ 3 വർഷമാകാൻ പോകുന്നു. ഇനി 2 വർഷമോടെ ഉള്ളു പുള്ളിക്ക്. ഒരു പരിധി ഉണ്ടല്ലോ, സമയപരിധികളൊക്കെ ഉണ്ടല്ലോ. പക്ഷെ എന്നിരുന്നാൽ പോലും ഇത് ഈ പോളെല്ലാം മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തയ്യാറാ ഈ ഭാഗങ്ങളെല്ലാം വൃത്തിയാക്കി ക്ലിയർ ചെയ്യാൻ. അതിന് തനിക്ക് കുഞ്ഞുങ്ങളെ നോക്കണ്ടേ? എന്റെ കുഞ്ഞുങ്ങളെ നോക്കാനുള്ള ഇത് എനിക്ക് കിട്ടിയെങ്കിൽ ഞാൻ ഇതെല്ലാം പോള വാരി, ഈ ബോട്ടിയെട്ടിയും പരിസരവും പോള അന്നു വരുന്നത് നിങ്ങൾ വാരി മാറ്റും. ഉറപ്പാ ഇട്ടിട്ട് പോകത്തില്ല നമ്മള് മറ്റുള്ളവരെ. കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ അപ്പന് മക്കളെ ഇത് കേവുള്ളം ഉണ്ടായിരുന്നു. ഞാൻ ഇത് കണ്ടും കേട്ടും ഇതുമൊക്കെ വളർന്നതാണ്. എനിക്ക് ചങ്ങനാശ്ശേരിയുടെ പൈതൃക പാരമ്പര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. വരും തലമുറയ്ക്കും അതൊക്കെ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഇത് അതിൻ്റെതായ രീതിയിൽ കാത്തു സൂക്ഷിച്ചെങ്കിൽ മാത്രമേ നടപടിയുള്ളൂ. ഇതിനകത്ത് രാഷ്ട്രീയമല്ല നമ്മുടെ, ചങ്ങനാശ്ശേരിയുടെ വികസനമാണ് നമ്മുടെ ആവശ്യം. ചങ്ങനാശ്ശേരി കുട്ടനാടുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു മേഖലയാണിത്. ടൂറിസത്തിന് ഏറ്റവും നല്ല മനോഹരമായ ചാൻസ് ഉള്ള ഒരു ഏരിയ. തൊട്ടടുത്ത് നമ്മുടെ ഹൈറേഞ്ച് അങ്ങനെ എല്ലാവരും വരുമ്പോഴത്തേക്കും നമ്മള് ചങ്ങനാശ്ശേരി MLA വിചാരിച്ചാൽ നടക്കാത്ത ഒരു കാര്യങ്ങളും ഇല്ല. MLAയുടെ ഒപ്പം ഞങ്ങൾ ജനങ്ങളുണ്ട്. പിന്നെ എന്തിനാ MLAക്ക് നടക്കാൻ മേലാത്ത കാര്യം ജനങ്ങളോട് പറയേ. ഞാൻ ഇന്ന മേഖല സംസാരിച്ചിട്ട് നടക്കുന്നില്ലെന്ന് പറയേ. നമ്മൾ അദ്ദേഹത്തിൻ്റെ കൂടെ കളക്ടറേറ്റോ സെക്രട്ടേറിയറ്റിലോ എവിടെ വേണേലും ഞങ്ങൾ വരാൻ ഞങ്ങൾ തയ്യാറാ. MLA ഞങ്ങളുടെ കൂടെ നിൽക്കേ. MLA എങ്ങനെയാ പുറകോട്ട് പോകുന്നത്? വികസനത്തിന് ഞങ്ങളുടെ കൂടെ നിൽക്കേ. അതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. MLAയുടെ കൂടെ നമ്മൾ ഉണ്ടാവും. ഉണ്ടാവും.
MLA നമ്മുടെ ആളാണ്. അതെ അതെ അതെ. അപ്പോൾ അതുകൊണ്ട് ചൊവ്വാഴ്ച ഇത് പോളവാര് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത് കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരി ബോട്ടിയെട്ടിയിൽ പോള കാണാൻ പാടില്ല. ഓക്കെ. ഇനി ഇങ്ങനെ ഒരു ടെൻഡർ വെച്ച് ഇവിടെ പോളവാര് നടക്കത്തില്ല. അതിനൊരാളെ വെക്കണം. അത് സാങ്കേതിക സൗകര്യങ്ങൾ തന്നാൽ നമ്മൾ പോളവാരി നമ്മൾ ഒരു ദിവസം പോലും ഒരു പോള പോലും ഇല്ലാത്ത രീതി ചെയ്യും. അതും ഈ ജെട്ടിയുടെ പരിസരങ്ങളും എല്ലാം ഈ ആൾ നോക്കിക്കോളും. അതായത് ആര് ഇത് തയ്യാറാകുന്നു അവരിതെല്ലാം ക്ലീൻ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷനിൽ വേണം ഇത് നമ്മൾ കൊടുക്കാനായിട്ട്. ഇത് കണ്ടോ, പൂത്തൊലഞ്ഞ് നിൽക്കുന്ന 5 വിളക്ക്. ഇതൊന്നും ആരുടെയും ഇതുകൊണ്ടല്ലല്ലോ. ഇതൊക്കെ ഇതുപോലെ മുന്നോട്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഈ ബോട്ടിയെട്ടി എല്ലാം ഇതുപോലെ മനോഹരമായി പൂത്തൊലിഞ്ഞ് നിൽക്കും. ഇതിൻ്റെ ചുറ്റോട് ചുറ്റും നമ്മൾ ബെഞ്ചുകളൊക്കെ ഇട്ട് നമ്മുടെ മറൈൻ ഡ്രൈവ് മാതിരി നമ്മൾ റേഡിയോ, നമ്മുടെ മീഡിയ വില്ലിൻ്റെ റേഡിയോ ഒക്കെ ഇതിൻ്റെ ചുറ്റിനും വെച്ച് നിങ്ങളൊന്ന് സങ്കല്പിച്ചേ. ഈ ഇവിടെ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ 10 പേര് വന്നിരിക്കും, 10 ആൾക്കാർ വരും, 10 കച്ചവടക്കാർ വരും, ഇതിന് ചുറ്റിനും കച്ചവടം നടക്കും. അതൊക്കെ നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്ക് എൻ്റെ ചങ്ങനാശ്ശേരിക്കാരെ. എൻ്റെ MLA ഇടയ്ക്കലോട്ട് ഞങ്ങളങ്ങ് പറയുകയാണ്. ഇനിയിപ്പോൾ MLA ഇത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ നാട്ടുകാർ കൂടി ഇത് ചെയ്യും. പിന്നെ നാളെ അതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായെന്ന് പറയരുത്. നിങ്ങളോട് പിണക്കമുണ്ടായിട്ട് പറയുകയല്ല, നിങ്ങളിത് ഞങ്ങൾക്ക് ചെയ്തു തരണം. അതിനൊരാളെ സ്ഥിരം പോള വാരാനായിട്ട് ചൊവ്വാഴ്ച കഴിഞ്ഞാൽ ഇവിടെ ഒരാളെ നിങ്ങൾ നിയമിക്കുമെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. ഓക്കെ. രാഷ്ട്രീയങ്ങൾക്ക് അതീതമായിട്ട് ഇവിടെ രാഷ്ട്രീയമില്ല. ഇവിടെ വികസനത്തിൻ്റെ രാഷ്ട്രീയമില്ല. എല്ലാവരും ഒത്തൊരുമിച്ച് കൂടുക. ആരെയാണേലും. ഇപ്പം ഞാൻ സജിയെ കണ്ടതുകൊണ്ട് നടപടി നടക്കണം. ഞാനിപ്പോൾ സജിയെ കണ്ടതിൻ്റെ പേര് ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അതാരെയാണേലും ഓക്കെയാണ്. അത് ചെയ്യാൻ പറ്റും പുള്ളിയെ കൊണ്ട്. പുള്ളി നിയമസഭയിലൊക്കെ എണീറ്റ് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ വികസനത്തിൻ്റെ അല്ല, ഹൃദയത്തോട് തൊട്ടറിയുന്ന ഒരു വ്യക്തി. ഇനിയിപ്പോൾ ഫണ്ട് വേണോ? അവിടെ നിന്നല്ല ഫണ്ട്, വ്യക്തികളിൽ നിന്നും ഫണ്ട് വേണോ? അതുണ്ടാക്കാം. MLA നോക്കിയാൽ നടക്കും. ഇവിടെ വോട്ടിയിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യാൻ ആൾക്കാരുണ്ട്. പക്ഷേ MLA അതിന് മുന്നിട്ട് ഇറങ്ങണം. അതിനോടൊപ്പം ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ. അപ്പോൾ ഓക്കെ.